ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വ്യൂസും റീച്ചും ഒന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങളെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ കാണുന്നത്. ഡ്രോൺ വിഷയിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നല്ല വ്യൂസും ഉണ്ടാവും, ഷെയറിങ്ങും ലൈക്കും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സാധനം വാങ്ങിയാൽ ഒരു 1.5 ലക്ഷം റുപ്യ എടുത്ത് ഈ സാധനം വാങ്ങിയാൽ ഇതേമാതിരി ഒരു 1.5 ലക്ഷം റുപ്യ എടുത്ത് സർവീസ് ചെയ്യാനുള്ള പൈസ നമ്മൾ ബാക്കിൽ കരുതണം. അപ്പോൾ ഡ്രോൺ വാങ്ങാൻ ഒരു ഒറ്റ പേയ്മെൻറ്റ് നമ്മൾ മുടക്കിനെ കൊണ്ട് കാര്യമല്ല. ഇതേപോലെ ഓരോ സർവീസിനുള്ള പേയ്മെൻറ്റ് ഇങ്ങനെ വരും. നമുക്ക് ഓരോ സെൻസർ പോയിട്ടാണെങ്കിലും ക്രാഷ് ആയിട്ടാണെങ്കിലും അങ്ങനെ ജിംബലിൻ്റെ ഷെയ്ക്കിങ് റെഡി അല്ല. നമുക്ക് ഈ മാസം വന്ന ഓരോ ബില്ല് ഞാൻ പറഞ്ഞ കേട്ടോ, ഒരു 11,500. അതായത് സെൻസറിൻ്റെ പ്രശ്നം വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 3,500. അതിൻ്റെ മുന്നത്തെ മാസം ഒരു 7,800. ഇതെങ്ങനെ വരും? നമ്മൾ ഈ ഒറ്റയടിക്ക് ഡ്രോൺ വാങ്ങാന്ന് പറഞ്ഞാൽ പാഞ്ഞടി ചെന്നാണ് ഡ്രോൺ വാങ്ങും. അതേപോലെ സെക്കൻഡ് ഡ്രോൺ വാങ്ങാൻ പോകുന്ന ആൾക്കാർ വമ്പിച്ച തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. സെക്കൻഡ് ഡ്രോൺ അവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട് പറഞ്ഞാണ്ട് അതിനൊക്കെ പറ്റുന്ന തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. ഡ്രോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കൂല, നിങ്ങളോട് വാങ്ങും. 27/3/2026 ഒരു 11,500 റുപ്യ അതിൻ്റെ സെൻസർ പോയി. അതിൻ്റെ മുന്നത്തെ വേറൊരു കംപ്ലൈൻ്റ് ആണ് ഈ 7,800 റുപ്യ. അതും കഴിഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് ഈ കാണുന്ന 2,500 റുപ്യ. ഇനിയും ബില്ല് കുറേ ഉണ്ട്, പഴയത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം എടുത്താണ്. ഒരു ഫോൺ വാങ്ങുന്ന ലാഘവത്തിൽ നിങ്ങൾ പോയിങ്ങാണ്ട് ഡ്രോൺ വാങ്ങരുത്. നിങ്ങളെ മോട്ടിവേഷൻ മോട്ടറാക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ ബാക്കിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ആരും പറഞ്ഞു തരില്ല. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. DJIൻ്റെ വെബ്സൈറ്റിൽ തന്നെ കാണാം, ഒരു ബാറ്ററി യൂസ് ചെയ്യേണ്ട സൈക്ലിങ്ങിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 150 സൈക്ലിംഗ് ആണ് ചാർജിങ്ങിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. നമ്മളത് ബാറ്ററി തന്നെ 130 സൈക്കിൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 150ൻ്റെ മേലെ ഫ്ലൈ ആവും. ഏത് സമയത്തും ബാറ്ററി ഡെഡ് ആയിക്കൊണ്ട് താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അത് DJIൻ്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഓരോ ബാറ്ററികളും ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളോട് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു.